പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് വലിയ ചാഞ്ചാട്ടങ്ങളാണ് വിപണിയിലുണ്ടായത്. യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ വിപണി അല്പം കരകയറുന്നു. എന്നാൽ യുദ്ധം വീണ്ടും വഷളാകുമ്പോൾ ക്രൂഡ് ഓയിൽ വില കുതിക്കുമ്പോൾ വിപണിയിൽ വീണ്ടും തകർച്ചയുണ്ടാകുന്നു. പോസിറ്റീവ് ന്യൂസിനും നെഗറ്റീവ് ന്യൂസിനും ഇടയിൽ ദിവസേന എന്നോണം വലിയ ചാഞ്ചാട്ടമാണ് വിപണിയിൽ ഉണ്ടാകുന്നത്. ദീസ് ആർ അബ്നോർമൽ ടൈംസ്. മാർക്കറ്റ് സ്വിങ്സ് ആർ അബ്നോർമൽ. നിക്ഷേപകർ എന്തു ചെയ്യണം? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ഇന്നലത്തെ, അതായത് മാർച്ച് 24 നിഫ്റ്റി ക്ലോസ് ആയ 22,912 ലെവലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നിഫ്റ്റി ഈ വർഷം ഇന്നലെ വരെ 12.37% താഴെയാണ്. 12.37% ഡൗൺ ഇയർ ടിൽ ഡേറ്റ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം നിഫ്റ്റിയിൽ 10% ഇടിവുണ്ടായി. 2020 ഏപ്രിൽ മുതൽക്ക്, അതായത് കോവിഡ് ക്രാഷിന് ശേഷം 2024 സെപ്റ്റംബർ വരെ മികച്ച റിട്ടേൺ ആണ് മാർക്കറ്റ് നൽകിയത്. നിഫ്റ്റി മൂവ്ഡ് അപ്പ് ഫ്രം 7,511 in March 2020 to 26,216 in September 2024. അതിനുശേഷം 18 മാസങ്ങളായി വിപണിയിൽ നിന്ന് നേട്ടങ്ങളില്ല, നഷ്ടങ്ങളാണ്. പ്രൈസ് കറക്ഷൻ ആൻഡ് 18 months ഓഫ് ടൈം കറക്ഷൻ. മാർക്കറ്റ് ഒരു റീബൗണ്ടിന് സജ്ജമായ സമയത്താണ് യുദ്ധമുണ്ടാകുന്നതും ക്രൂഡ് വില കുതിച്ചുയരുന്നതും. അത് വിപണിയെ ഗണ്യമായി ബാധിക്കുന്നതും. യുദ്ധം ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികളെ ബാധിച്ചെങ്കിലും വലിയ തോതിൽ എണ്ണയും LPGയും LNGയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലുള്ള മറ്റ് എമർജിംഗ് രാജ്യങ്ങളെയും കൂടുതൽ ബാധിച്ചു. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ 80% LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPGയുടെ 60%, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LNGയുടെ 50% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൽ ക്രൂഡ് ഓയിലിൻ്റെ 50%, LPGയുടെ 85%, LNGയുടെ 55% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്, ഹോർമൂസ് സ്ട്രെയിറ്റിലൂടെയാണ് വരുന്നത്. ഈ ഒരു വൾണറബിലിറ്റിയാണ് ഇന്ത്യക്ക് വലിയ ഭീഷണിയായത്. ഹോർമൂസിലൂടെയുള്ള ട്രാൻസിറ്റ് ദുർഘടമായപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: യുദ്ധം നീണ്ടു നിന്നാൽ, ക്രൂഡ് ഓയിൽ വില ഉയർന്ന നിലയിൽ മാസങ്ങളോളം നീണ്ടു നിന്നാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മാക്രോസിനെ ഗണ്യമായി ബാധിക്കും. ഫിസ്ക്കൽ കമ്മി ഉയരും, കറണ്ട് അക്കൗണ്ട് കമ്മി ഉയരും, രൂപയുടെ മൂല്യം വീണ്ടും കുറയും, വിലക്കയറ്റം വർദ്ധിക്കും, സാമ്പത്തിക വളർച്ചയെ ബാധിക്കും, കോർപ്പറേറ്റ് ഏർണിങ്സിനെ ബാധിക്കും. ഇതെല്ലാം വിപണിയിൽ നെഗറ്റീവ് ചലനങ്ങൾ ഉണ്ടാക്കും. മാർക്കറ്റ് ക്യാൻ ഗോ ഡൗൺ ഫർദർ. ഇതൊരു നെഗറ്റീവ് സിനാരിയോ ആണ്. യുദ്ധം നീണ്ടുനിന്ന് ക്രൂഡ് ഓയിൽ വില ദീർഘകാലം ഉയർന്നു നിന്നാൽ സംഭവിക്കാവുന്ന ഒരു നെഗറ്റീവ് സിനാരിയോ. എന്നാൽ ഇന്ന് കാലത്തുള്ള വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്കാണ്. ഉറപ്പായിട്ടില്ല, എങ്കിലും പോസിറ്റീവ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. യുദ്ധം അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന സൂചനയാണ് വരുന്നത്. ബ്രെന്റ് ക്രൂഡ് വില $100 താഴെയാണ്. 3 ദിവസം മുമ്പ് $118 എന്ന നിലയിൽ എത്തിയിരുന്നു എന്നത് ഓർക്കുക. അപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള ഈ ഗണ്യമായ താഴ്ച അത് വീണ്ടും തുടരുകയാണെങ്കിൽ, ആ താഴ്ച നിലനിൽക്കുകയാണെങ്കിൽ വിപണിയിൽ ഒരു ഷാർപ്പ് റീബൗണ്ടിന് സാധ്യതയുണ്ട്. ഇന്ന് കാലത്ത് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് 300 പോയിന്റിലധികം മുകളിലാണ്. ഏതെല്ലാം ഓഹരികൾ വാങ്ങണമെന്ന് തീരുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത സമയമാണ്. മെനി സ്റ്റോക്സ് ഹാവ് കറക്റ്റഡ് വെരി ഷാർപ്പ്ലി. ചില കാര്യങ്ങൾ ചുരുക്കി പറയാം. ഒന്ന്, വിപണിയിലെ തകർച്ചയിൽ, പ്രത്യേകിച്ച് FIIസിൻ്റെ തുടർച്ചയായ വലിയ തോതിലുള്ള വിൽപ്പനയിൽ പല ലാർജ് ക്യാപ് സ്റ്റോക്സും ഗണ്യമായി കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽസ്. അതിൽ തന്നെ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. FIIs വിൽപ്പന തുടർന്നേക്കാം, ബട്ട് ദീസ് ആർ ഗുഡ് മീഡിയം ടു ലോങ് ടേം ബൈസ്. ദെയർ വാലുവേഷൻസ് ആർ അട്രാക്റ്റീവ്. ദ സ്റ്റോക്സ് ആർ ഫണ്ടമെന്റലി സൗണ്ട്. ഓട്ടോമൊബൈൽ സ്റ്റോക്സിലും ബൗൺസ് ബാക്ക് ഉണ്ടാകാം, കാരണം ഈ സെഗ്മെന്റിലെ ഫണ്ടമെന്റൽസ് അനുകൂലമാണ്. ഡിമാൻഡ് ശക്തമായി തുടരുന്നു. അതുപോലെ എക്സ്പെക്ട് എ റാലി ഇൻ ദ ക്യാപിറ്റൽ ഗുഡ്സ്, particularly in the capital goods segment leader, which has huge operations in the Middle East,
but they have clearly stated that 95% of their operations continue unaffected. രണ്ട്, നിയർ ടേമിൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ കൂടുതൽ ഷാർപ്പ് റീബൗണ്ട് ഉണ്ടാകും. കാരണം മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ ഗണ്യമായ FII സെല്ലിംഗ് ഇല്ല എന്നതാണ് അനുകൂലമായ ഘടകം. മൂന്ന്, ആന്ത്രോപ്പിക് ഷോക്കിനെ തുടർന്ന് വലിയ തകർച്ച നേരിട്ട IT സെഗ്മെന്റിൽ ഒരു ടാക്ടിക്കൽ റീബൗണ്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് മിഡ് ക്യാപ് IT Q4 റിസൾട്ട്സ് ഭയപ്പെടുത്തുന്ന പോലെ മോശമാവില്ല, നല്ലതായിരിക്കും. അതുകൊണ്ട് in April there can be a rebound. This is a tactical trade, not a long-term investment strategy. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാം. ഒന്ന്, don't panic even if the market turns weak. രണ്ട്, don't stop SIPs. History and experience have proved that this is a wrong thing to do. Three, continue accumulating high-quality stocks in small quantities during market corrections. Four, most important, geopolitical tensions caused by conflicts have only short-term impact on the market. Therefore, let's hope for the best. Best wishes.